CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷവർമ വാങ്ങി നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് 14 വയസ്സുകാരിയെ കാറിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ 34 വയസ്സുകാരനും പെൺകുട്ടിയുടെ അമ്മയും അറസ്റ്റിലായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കേരള പ്രവാസി സംഘം 7ാമത് മലപ്പുറം ജില്ലാ സമ്മേളനം പെരിന്തൽമണ്ണ ഏലംകുളത്ത് നടന്നു. പ്രവാസി ക്ഷേമനിധിക്ക് കേന്ദ്ര സഹായം അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. 2 ദിവസമായി പെരിന്തൽമണ്ണ ISS ക്യാമ്പസിൽ അരങ്ങേറിയ മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലാ CBSE കലോത്സവത്തിന് പ്രൗഢഗംഭീരമായ പരിസമാപ്തി. അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞ മത്സരങ്ങൾക്കൊടുവിൽ 1807 പോയിന്റുകൾ നേടി തിരൂർ MES സെൻട്രൽ സ്കൂൾ ഓവറോൾ കിരീടം സ്വന്തമാക്കി. ഷവർമ വാങ്ങി നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് 14 വയസ്സുകാരിയെ കാറിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ 34 വയസ്സുകാരനും പെൺകുട്ടിയുടെ അമ്മയും അറസ്റ്റിലായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അമ്മിനിക്കാട് മച്ചിങ്ങൽ മുഹമ്മദ് ഷാഫിയെയാണ് പെരിന്തൽമണ്ണ CI സുമേഷ് സുധാകരൻ അറസ്റ്റ് ചെയ്തത്. പ്രതിക്ക് ഒത്താശ ചെയ്ത കുട്ടിയുടെ അമ്മയും അറസ്റ്റിലായി. പ്രതിയായ മുഹമ്മദ് ഷാഫി പെൺകുട്ടിയെ പരിചയപ്പെട്ടത് അമ്മ വഴിയാണ്. സ്കൂൾ അവധിക്കാലത്ത് ഷവർമ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പെരിന്തൽമണ്ണയിലെ ഒരു റെസിഡൻസിയിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. ഈ ക്രൂരകൃത്യത്തിന് കുട്ടിയുടെ മാതാവ് ഒത്താശ ചെയ്തു നൽകിയതായി പോലീസ് പറഞ്ഞു. പെൺകുട്ടിയെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി. അറസ്റ്റിലായ പ്രതിയെയും 45 വയസ്സുകാരിയായ അമ്മയെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. CCN പെരിന്തൽമണ്ണ. 2 ദിവസമായി പെരിന്തൽമണ്ണ ISS ക്യാമ്പസിൽ അരങ്ങേറിയ മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലാ CBSE കലോത്സവത്തിന് പ്രൗഢഗംഭീരമായ പരിസമാപ്തി. അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞ മത്സരങ്ങൾക്കൊടുവിൽ 1807 കേരള പ്രവാസി സംഘം 7ാമത് മലപ്പുറം ജില്ലാ സമ്മേളനം പെരിന്തൽമണ്ണ ഏലംകുളത്ത് നടന്നു. പ്രവാസി ക്ഷേമനിധിക്ക് കേന്ദ്ര സഹായം അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഏലംകുളം EMS സ്മാരക സമുച്ചയത്തിൽ സജ്ജീകരിച്ച സൈനുദ്ദീൻ ബാവ ഹാജി നഗറിലാണ് കേരള പ്രവാസി സംഘം മലപ്പുറം ജില്ലാ സമ്മേളനം നടന്നത്. ജില്ലാ പ്രസിഡന്റ് CP റസാഖ് പതാക ഉയർത്തി. സംഘടനയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ KV അബ്ദുൽ ഖാദർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞാൻ അംഗമായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളൊരു ചർച്ച ചെയ്തു. ഫൈസൽ ബാവ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുക്കളെ അതിലുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പാലസ്തീനിലെ മനുഷ്യൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇസ്രായേൽ പക്ഷത്ത് നിൽക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ അതല്ലേ ശരി എന്ന് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ നാം തന്നെ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷം തന്നെ അതിശക്തമായിട്ട് പ്രചരിപ്പിക്കേണ്ടതും പറയേണ്ടതുമായിട്ടുള്ളൊരു കാര്യം യഥാർത്ഥത്തിൽ എന്താണ് പാലസ്തീനിയൻ പ്രശ്നം എന്നാണ്. അതൊരു മതപരമായ പ്രശ്നമല്ല. ഇസ്രായേൽ ഉണ്ടാകുന്നത് 1947-48 കാലത്താണ്. ജില്ലയിലെ 18 ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 397 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് CP റസാഖ് പ്രതിനിധി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി KS സേതുനാഥ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി VK റൌഫ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ P ലില്ലീസ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ KV വിജയകുമാർ, P സെയ്താലിക്കുട്ടി, വൈസ് പ്രസിഡന്റ് CK കൃഷ്ണദാസ്, ജില്ലാ ട്രഷറർ TP ദിലീപ്, സ്വാഗത സംഘം ഭാരവാഹി P ഗോവിന്ദപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും പ്രമേയങ്ങളും അവതരിപ്പിച്ചു. സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങളും ചർച്ച ചെയ്തു. പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു. CCN പെരിന്തൽമണ്ണ. 7 പോയിന്റുകൾ നേടി തിരൂർ MES സെൻട്രൽ സ്കൂൾ ഓവറോൾ കിരീടം സ്വന്തമാക്കി. The principal Madhusudanan sir, the secretary of MES Central School Gafur sir, Mr. Benny sir, the vice principal team manager
തുടർച്ചയായി 3 വർഷം ജേതാക്കളായിരുന്ന നിലമ്പൂർ PV's മോഡൽ സ്കൂൾ 2ാം സ്ഥാനത്തെത്തി. 1299 പോയിന്റുമായി കടലുണ്ടി നഗരം ദവേഡ് സ്കൂൾ 3ാം സ്ഥാനം കരസ്ഥമാക്കി. തുടർച്ചയായി 3 വർഷം കിരീടം നേടിയ PV's മോഡൽ സ്കൂളിനെ അവസാന ലാപ്പിൽ പിന്തള്ളിയാണ് MES ഓവറോൾ ചാമ്പ്യന്മാരായത്. കാറ്റഗറി 2, 3, 4 വിഭാഗങ്ങളിൽ നേടിയ നിർണായക ലീഡാണ് MESന് ചരിത്രവിജയം സമ്മാനിച്ചത്. ശനിയാഴ്ച നടന്ന ഒപ്പന, തിരുവാതിര, സംഘനൃത്തം തുടങ്ങിയ ഗ്രൂപ്പ് ഇനങ്ങളിലെ പ്രകടനങ്ങളാണ് പോയിന്റ് നിലകളെ കീഴ്മേൽ മറിച്ചത്. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ സെൻട്രൽ സഹോദയ പ്രസിഡന്റ് നൌഫൽ പുത്തൻപീടിയേക്കൽ അധ്യക്ഷനായി. സമാന പരിപാടി പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദൂഷ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് അകപ്പെട്ടു പോകുന്നുണ്ട് എന്ന് നമ്മൾ വിലപിക്കാറുണ്ട്. പകരം ആ കുട്ടികളെ എങ്ങനെയെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ ആവശ്യമായിട്ടുള്ള വല്ല പദ്ധതികളെക്കുറിച്ചും ഈ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ചിന്തിക്കാറുണ്ടോ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവനെ കലാകായിക രംഗങ്ങളിൽ പിടിച്ചു നിർത്താനും പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ അതിനൊക്കെ ഉള്ള ആ ഒരു സജീവത നിലനിർത്താനും ആവശ്യമായ എന്ത് സംഭാവനയാണ് നമ്മൾ സമൂഹത്തിന് നൽകുന്നത്? നമ്മളും തിരക്കിലല്ലേ? നമുക്ക് അങ്ങനെ ഒരു കലാപരമായിട്ടുള്ള അഭിരുചിയുള്ള ആളുകളെ കണ്ടെത്തി അവരെ എൻഗേജ്ഡ് ആക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കാനുള്ള ക്ഷമയുണ്ടോ? കോൺഫെഡറേഷൻ ഓഫ് കേരള സഹോദയ കോംപ്ലക്സ് പ്രസിഡന്റ് ജോജി പോൾ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി ഷുഹൈബ് ആലിങ്ങൽ, AV റഫീഖ്, നിഷാദ് ബാനു എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. യോഗം കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വർഷാവർഷം വളരെ സൗജന്യമായി തന്നെ തുഞ്ചലോത്സവം നടത്തിവരുന്നവരാണ് നാം. ആ നാട്ടിലേക്ക്, മലയാളത്തിന്റെ ആസ്ഥാനത്തേക്ക്, നമ്മുടെ ദ്വീപിലേക്ക് ഈ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം എന്റെ ആദ്യമായി ഇപ്പോൾ മാത്രം വരുന്നു എന്നും ചിന്തയാണ്. ഇതിനേക്കാൾ മുമ്പത്തെ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം 3 തവണ നമ്മൾ സ്വീകരിച്ചു. നവംബർ 27 മുതൽ 30 വരെ തിരൂരിലാണ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നടക്കുന്നത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനും കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള വേദിയായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കുറുക്കോളി മൊയ്തീൻ MLA ചെയർമാനായും പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ CS സന്തോഷ് ജനറൽ കൺവീനറുമായാണ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവ സംഘാടക സമിതി രൂപീകരിച്ചത്. തിരൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ P രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ്, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ CS സന്തോഷ്, തലക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ബാബു എന്നിവർ സംസാരിച്ചു. CCN മലപ്പുറം. മലപ്പുറം ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. സ്കൂളിനായി 7 കോടി രൂപ ചിലവിട്ട് സിന്തറ്റിക് ട്രാക്കും ടർഫ് നിർമ്മിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ശിലാഫലക അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു. ചെറിയമുണ്ടം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 420.67 കോടി രൂപയാണ് ചിലവഴിച്ചത്. പഞ്ചായത്തിലെ ബംഗ്ലാകുന്ന് മീശപ്പടി റോഡ് BM&BC ചെയ്ത് ഗതാഗതയോഗ്യമാക്കാൻ 5 കോടി രൂപയോളം ചിലവഴിക്കുന്നുണ്ട്. നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാവും. ചെറിയമുണ്ടം ഹെൽത്ത് സെന്ററിന് 2 കോടി 50 ലക്ഷം രൂപ വകയിരുത്തി. ചെറിയമുണ്ടം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനായി 1 കോടി രൂപയും ഹോമിയോ ആശുപത്രിക്കായി 50 ലക്ഷം രൂപയും ബഡ് സ്കൂൾ നിർമ്മാണത്തിനായി 1 കോടി രൂപയും വകയിരുത്തുന്നതിനോടൊപ്പം ചെറിയമുണ്ടം, പൊന്മുണ്ടം പ്രദേശങ്ങളിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി 35 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ മണ്ഡലത്തിൽ 4.5 കോടി രൂപ ചിലവിൽ താനൂർ ഫിഷറീസ് സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കും. 100 കോടിയോളം രൂപ ചിലവഴിച്ച് അതിവിപുലമായ ആശുപത്രിയുടെ നിർമ്മാണവും താനൂരിൽ നടക്കുന്നുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി വിശദീകരിച്ചു. ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ തന്നെ
ഏറ്റവും നല്ലൊരു സിന്തറ്റിക് ട്രാക്കും ഇപ്പോൾ നമ്മുടെ ചെറിയമണ്ടം ഹൈസ്കൂളിൽ ഏറ്റവും നല്ലൊരു സിന്തറ്റിക് ട്രാക്കും ടർഫും നിർമ്മിക്കുന്നതിന് വേണ്ടി 7 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ കൂടി അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബംഗ്ലാംകുന്ന് മീശപ്പടി റോഡ് BMNBC ചെയ്ത് നവീകരിക്കുന്നതിന് 5.5 കോടി 75 ലക്ഷം രൂപ ഇപ്പോൾ നമ്മൾ അനുവദിച്ചു. അതിൻ്റെ AS കിട്ടിയിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി TC കൂടി ലഭിച്ചാൽ നമുക്കത് ടെൻഡർ ചെയ്യാൻ കഴിയും. അപ്പോൾ മഴക്കാലം കഴിയുന്നതോടുകൂടി അതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഡിസംബറോട് കൂടി തന്നെ പൂർണ്ണമായും ആ റോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സജ്ജമാകും. 3,90,00,000 വകയിരുത്തിയാണ് സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നത്. ഹൈസ്കൂളിനായി 3 നിലകളിൽ ആധുനിക രീതിയിലുള്ള ക്ലാസ് റൂമുകളും സ്റ്റാഫ് റൂമുകളും ലാബും അടക്കം 18 റൂമുകൾ അടങ്ങുന്നതാണ് പുതിയ കെട്ടിടം. ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് അധ്യക്ഷത വഹിച്ചു. കൂടാതെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. CCN മലപ്പുറം. വെള്ളിനേഴി ചെങ്ങണിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച ഡബിൾ തായമ്പക നടന്നു. നൃത്യതി കാന്തല്ലൂർ അവതരിപ്പിച്ച തിരുവാതിരകളിയും ഉണ്ടായി. വെള്ളിനേഴി ചെങ്ങണിക്കോട്ടുകാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവാഘോഷം വിവിധ കലാപരിപാടികളോടെ തുടരുകയാണ്. 6ാം ദിവസമായ ശനിയാഴ്ച ദീപാരാധനയ്ക്കു ശേഷം പ്രശസ്ത കഥകളിക്കോപ്പ് നിർമ്മാണ ശില്പികളായ ഭാസ്കരൻ, രതീഷ്, രമേശ് എന്നിവർ പണിത സരസ്വതി മണ്ഡപം ക്ഷേത്രത്തിന് സമർപ്പിച്ചു. തുടർന്ന് ശ്രീകോവിലിന് മുൻവശത്തുള്ള സോപാനം, കട്ടിള, വാതിൽപ്പടി എന്നിവ പിച്ചള പൊതിഞ്ഞ് ക്ഷേത്രത്തിന് സമർപ്പിച്ച രവി കുന്നത്തിനെയും മുൻഭാഗത്തെ സ്റ്റീൽ ഗേറ്റ്, പിൻഭാഗത്ത് സോപാനം, കട്ടിള, വാതിൽപ്പടി എന്നിവ പിച്ചള പൊതിഞ്ഞ് സമർപ്പിച്ച ബിനുരാജിനെയും ആദരിച്ചു. ചടങ്ങിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ AM മോഹൻകുമാർ, ശബരി ട്രസ്റ്റ് P ശ്രീകുമാർ, സുരേഷ് മിഥില, പ്രകാശ് സഞ്ജു ഫാഷൻസ്, ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ എന്നിവരും സന്നിഹിതരായിരുന്നു. ക്ഷേത്രത്തിൽ 29-ന് പൂജവെപ്പ് ആരംഭിക്കും. വിദ്യാരംഭം 2-ാം തീയതിയാണ്. ഈ ക്ഷേത്രത്തിൽ മൂകാംബിക ദേവിയുടെ സങ്കല്പം ഉള്ളതിനാൽ ഇവിടെ കുട്ടികളെ എഴുത്തിനിരുത്തൽ ചടങ്ങ് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ വാഹന പൂജ എന്നിവയും ഇവിടെ വളരെ വിശേഷാൽ പൂജകളാണ്. നവരാത്രി മണ്ഡപത്തിൽ നൃത്യതി കാന്തല്ലൂർ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും തുടർന്ന് പനമണ്ണ ശശി, ചെറുപ്പുളശ്ശേരി രാജേഷ് എന്നിവർ അവതരിപ്പിച്ച ഡബിൾ തായമ്പകയും നടന്നു. ഏഴാം ദിവസം നിമ്മി പത്മനാഭൻ അവതരിപ്പിച്ച കൃഷ്ണാർപ്പണം നൃത്തവിരുന്നും ഉണ്ടായി.
CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരിക്ക് ഇനി കരുത്തുകൂടും. 20 വർഷത്തോളമായി സ്റ്റീൽ വിപണന രംഗത്ത് പ്രവർത്തിക്കുന്ന അസ്ലം മൈ സ്റ്റീൽസ് നെല്ലായിൽ ഒക്ടോബർ 6 പ്രവർത്തനം ആരംഭിക്കും. സ്ഥാപനത്തിന്റെ ലോഗോ ലോഞ്ചിംഗ് പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. മികച്ച ബ്രാൻഡുകളുടെ മികവുറ്റ നിർമ്മാണ സാമഗ്രികൾ ന്യായമായ വിലയിൽ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്ന അസ്ലം ഗ്രൂപ്പിന്റെ 5ാമത് സ്ഥാപനമാണ് നെല്ലായിൽ തുടങ്ങുന്നത്. കൊപ്പത്ത് ആരംഭിച്ച് 2 പതിറ്റാണ്ടായി സ്റ്റീൽ വിപണന രംഗത്ത് മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന അസ്ലം ഗ്രൂപ്പ് അസ്ലം മൈ സ്റ്റീൽസ് എന്ന പേരിലാണ് നെല്ലായിൽ പ്രവർത്തനം ആരംഭിക്കുക. സ്ഥാപനത്തിന്റെ ലോഗോ ലോഞ്ചിംഗ് പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ചെർപ്പുളശ്ശേരിയുടെ വളർച്ചയ്ക്ക് അസ്ലം മൈ സ്റ്റീൽസ് മുതൽക്കൂട്ടാകുമെന്ന് പി മമ്മിക്കുട്ടി MLA പറഞ്ഞു. വ്യാപാര വാണിജ്യ രംഗത്ത് ഒട്ടേറെ വർഷങ്ങളുടെ തഴക്കവും പഴക്കവും അനുഭവവും വിശ്വാസ്യതയും നേടി നമ്മുടെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ വിവിധ പട്ടണങ്ങളിൽ സ്ഥാപനങ്ങൾ നടത്തി വരുന്നതിൻ്റെ ഒരു തുടർച്ച എന്ന നിലക്കാണ് ഇപ്പോൾ പുതുതായി വളർന്നുകൊണ്ടിരിക്കുന്ന ചെർപ്പുളശ്ശേരി പട്ടണത്തിലേക്ക് അവരെ ആകർഷിക്കപ്പെട്ടു. ഈ സ്റ്റീൽ വ്യാപാര രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലക്കാലത്തെ അനുഭവത്തിൻ്റെ പാഠങ്ങളിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട സേവനവും അതുപോലെ തന്നെ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളോടും കൂടി ഇവിടുത്തെ ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുള്ള സൗകര്യം ഇവിടെ ആരംഭിക്കപ്പെടുന്ന ഈ സ്ഥാപനത്തിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നാടിൻ്റെയും വീടിൻ്റെയും സമൂഹത്തിൻ്റെയും വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്റ്റീല് അതിൽ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് എന്നുള്ളതുകൊണ്ട് ആ സ്റ്റീല് കൂടുതൽ ഉറപ്പോടുകൂടിയും കുറഞ്ഞ വിലക്കും വിശ്വാസത്തോടു കൂടിയും വാങ്ങിക്കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി ഇത് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. മികച്ച സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ നൽകുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് MT അസ്ലം പറഞ്ഞു. ചെർപ്പുളശ്ശേരിക്ക് ഇനി കരുത്തു കൂടുന്നാണ് നമ്മൾ സ്ഥാപനത്തിന്റെ ഓണേഴ്സ് അവകാശപ്പെടുന്നത്. കാരണം 10-20 വർഷത്തോളമായിട്ട് സ്റ്റീൽ റീറ്റെയിൽ വിപണന രംഗത്ത് അസ്ലം സ്റ്റീൽസ് എന്ന സ്ഥാപനം ഒരു നിറ സാന്നിധ്യമായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു പുതിയൊരു ബ്രാഞ്ചാണ് നമ്മുടെ ചെർപ്പുളശ്ശേരി നെല്ലായയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മാനേജ്മെൻറ്റ് ടീം ആഗ്രഹിക്കുന്നത്. അത് നാളിതുവരെ നമ്മൾക്കതിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്നേഹവും നാട്ടുകാർ തരുന്ന സ്നേഹവും നമ്മളോടുള്ള സഹകരണ മനോഭാവമാണ് നമ്മുടെ ബിസിനസ്സിൽ വളർച്ചയ്ക്കുള്ള പ്രധാന കാരണം. അത് നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ സ്നേഹിതന്മാരാണ്. അപ്പോൾ പുതുതായിട്ട് വരുന്ന ബ്രാഞ്ചിന് ഈ പ്രദേശത്തുള്ള ആളുകൾക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും നമ്മളുടെ മാക്സിമം സഹകരിക്കുക. നമ്മളുടെ സഹകരണം കൂടുതലും മേഖലയിലും ചെർപ്പുളശ്ശേരിയിലും ഈ പ്രദേശത്തുള്ള എല്ലാ മേഖലയിലും അസ്ലം മൈ സ്റ്റീലിൻ്റെ സഹകരണവും ഉണ്ടാവുമെന്ന് നമ്മൾ ഈ അവസരത്തിൽ ഉറപ്പു നൽകുകയാണ്. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ OK സൈതലവി, ഹംസത്ത് മാടാല, KMK ബാബു, ഷബീർ മീരാണി, മാനേജ്മെന്റ് അംഗങ്ങളായ MT അസ്ലം, മുഹമ്മദ് മുസ്തഫ, അബ്ദുൽ ഷുക്കൂർ, വ്യാപാരി സംഘടനാ നേതാക്കൾ, നിർമ്മാണ മേഖലയിലെ സംഘടനാ നേതാക്കൾ, BNI പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒക്ടോബർ 6 രാവിലെ 10 വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്യും. CCN ചെർപ്പുളശ്ശേരി. പുത്തനാൽക്കൽ നവരാത്രി മണ്ഡപത്തിൽ KS വിഷ്ണുദേവ് കച്ചേരി അവതരിപ്പിച്ചു. വിജു S ആനന്ദ് വയലിനിലും K ജയകൃഷ്ണൻ മൃദംഗത്തിലും ശ്രീജിത്ത് വെള്ളാറ്റഞ്ഞൂർ ഘടത്തിലും പക്കമേളമൊരുക്കി.
CCN ചെർപ്പുളശ്ശേരി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൊടക്കാടിന് സമീപം ഓട്ടോറിക്ഷയും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പാലോട് നറുക്കോട് സ്വദേശികളുടെ ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് നാട്ടുകൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. CCN ചത്തല്ലൂർ. മണ്ണാർക്കാട് ഉപജില്ലയിലെ പെൻഷനേഴ്സ് പ്രധാന അധ്യാപക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 45 പേരടങ്ങിയ സംഘം ഗോത്ര സംസ്കൃതിയെ അടുത്തറിയാൻ അട്ടപ്പാടിയിലേക്ക് പഠനയാത്ര നടത്തി. ഷോളയൂർ, പുതൂർ, അഗളി പഞ്ചായത്തുകളിലെ ആദിവാസി ഊരുകളിലെ തനത് ജീവിത രീതികൾ, കലകൾ, ആഘോഷങ്ങൾ, കൃഷിരീതികൾ എന്നിവ മനസ്സിലാക്കുക എന്നതായിരുന്നു യാത്രയുടെ ലക്ഷ്യം. യാത്രയുടെ ഭാഗമായി പ്രമുഖ ഗോത്ര കലാകാരിയും ദേശീയ അവാർഡ് ജേതാവുമായ നഞ്ചിയമ്മയെ സന്ദർശിച്ച് സ്നേഹോപഹാരം നൽകി. മുള്ളിയൂരിലെ മൂപ്പനുമായി അഭിമുഖം നടത്തിയ സംഘം കപനി, കൃഷ്ണവനം, വരട്ടിമല, മേലെമുള്ളി, വയലൂർ, നരസിമുക്ക്, കോട്ടത്തറ, ഷോളയൂർ തുടങ്ങിയ സ്ഥലങ്ങളും സന്ദർശിച്ചു. ഇരുള, മുടുക, കുറുമ്പ വിഭാഗക്കാരുടെ ആചാരങ്ങൾ, തൊഴിലുകൾ, ആഹാരരീതികൾ, ചികിത്സാ സമ്പ്രദായങ്ങൾ എന്നിവ അടുത്തറിയാൻ ഈ യാത്ര സഹായകമായി. M. ചന്ദ്രദാസൻ, KK വിനോദ് കുമാർ, PG ജെയിംസ്, E. സുകുമാരൻ, K. വിജയകുമാർ, AR രവിശങ്കർ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. CCN ചത്തല്ലൂർ. കരിങ്കലത്താണിയിലെ ഫാത്തിമ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെയും ഫെഡറൽ ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. സ്കൂൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റി ചെയർമാൻ PK സയ്യിദ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് ഫൈസൽ പാലോത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അനസ് KP, പെരിന്തൽമണ്ണ ഫെഡറൽ ബാങ്ക് മാനേജർ മനു കമൽ, ഡോക്ടർ R. ശ്രീജിത്ത്, ബിജീഷ് കുമാർ, ശ്രീജിത്ത് S, പ്രത്യൂഷ, ഡോക്ടർ ധന്യ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CCN ചത്തല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷവർമ വാങ്ങി നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് 14 വയസ്സുകാരിയെ കാറിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ 34 വയസ്സുകാരനും പെൺകുട്ടിയുടെ അമ്മയും അറസ്റ്റിലായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
കേരള പ്രവാസി സംഘം 7ാമത് മലപ്പുറം ജില്ലാ സമ്മേളനം പെരിന്തൽമണ്ണ ഏലംകുളത്ത് നടന്നു. പ്രവാസി ക്ഷേമനിധിക്ക് കേന്ദ്ര സഹായം അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. 2 ദിവസമായി പെരിന്തൽമണ്ണ ISS ക്യാമ്പസിൽ അരങ്ങേറിയ മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലാ CBSE കലോത്സവത്തിന് പ്രൗഢഗംഭീരമായ പരിസമാപ്തി. അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞ മത്സരങ്ങൾക്കൊടുവിൽ 1807 പോയിന്റുകൾ നേടി തിരൂർ MES സെൻട്രൽ സ്കൂൾ ഓവറോൾ കിരീടം സ്വന്തമാക്കി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.